ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലുണ്ടായി. 30 മാവോയിസ്റ്റുകളെ വധിച്ചെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 23 മൃതദേഹങ്ങൾ കണ്ടെത്തി, ആയുധങ്ങളും പിടിച്ചെടുത്തു. ഗൗതം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഛത്തീസ്ഗഡിലെ നാരായൺപുരയിൽ ശക്തമായ ഭീകരവേട്ടയാണ് സുരക്ഷാ സേന നടത്തിയിരിക്കുന്നത്. 30 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ നാരായൺപുര മേഖലയിൽ വനപ്രദേശത്ത് സുരക്ഷാ സേനയും ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നു. ഈ ഏറ്റുമുട്ടലിനൊടുവിൽ ഇപ്പോൾ 30 നക്സലുകളെ സുരക്ഷാ സേന വധിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ 23ഓളം ഭീകരരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ വനമേഖലയിൽ നിന്നും തിരച്ചിലിൽ ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ 30-ന് മുകളിലേക്ക്, ഒരു 50-നടുത്തേക്ക് ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വരുന്ന ആഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ ഈ മാവോയിസ്റ്റ് നക്സൽ വിഷയത്തിൽ ഇത്തരം പ്രശ്നബാധിത മേഖലകളിലെ സംസ്ഥാനങ്ങളുടെ ഒരു യോഗം തന്നെ ഡൽഹിയിൽ വിളിച്ചു ചേർത്തിരുന്നു. മാത്രമല്ല 2026 മാർച്ചോടുകൂടി മുഴുവൻ മാവോയിസ്റ്റ് നക്സലുകളെയും ഉന്മൂലനം ചെയ്യണമെന്ന നിർദ്ദേശമാണ് ഡൽഹി വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതായത് പൂർണ്ണമായി തന്നെ ചുവപ്പ് ഭീകരതയെ അടിച്ചമർത്തുക എന്ന നിർദ്ദേശം കേന്ദ്രം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള വനമേഖലകളിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സുരക്ഷാ സേന ഊർജിതമാക്കിയത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഏറ്റുമുട്ടൽ. ലക്ഷ്മി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.